പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത് വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. ഒരുപാട് പേർക്ക് അറിയാം, എന്നാൽ ഒരുപാട് പേർക്ക് അറിയാത്തതുമായ, അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു വിഷയം. ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. അത് എല്ലാ മനുഷ്യർക്കും, മലയാളി എവിടെയുണ്ടോ അവിടെ എല്ലാം അവർ തിരുവോണം ആഘോഷിക്കും. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് കർക്കിടക മാസത്തിലെ തിരുവോണത്തെക്കുറിച്ചാണ്. ഇന്ന് കർക്കിടക മാസത്തിലെ തിരുവോണമാണ്. പണ്ട് കാലത്ത് എല്ലാ വീടുകളിലും വളരെ നന്നായി തിരുവോണം ആഘോഷിക്കുന്ന, അത്രയും ഇല്ലെങ്കിലും ഒരു ഓണപ്പകിട്ട് തന്നെയോടുകൂടി, ഓണപ്പകിട്ടോടുകൂടി തന്നെ ആഘോഷിക്കുന്ന ഒന്നാണ് കർക്കിടകത്തിലെ തിരുവോണം. ഇതിന് പിള്ളേരോണം എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. പിള്ളകൾക്കുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ഓണം. കർക്കിടകത്തിൽ പഞ്ഞം പിടിച്ച പട്ടിണിയും ദുരിതവും വിഷമമൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പായസം, പപ്പടം, പരിപ്പൊക്കെ കൂട്ടി കുഞ്ഞുങ്ങൾക്കൊരു ഊണ് കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. ഞങ്ങളുമൊക്കെ ആ സന്തോഷം അനുഭവിച്ചവരാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് അത് പകർന്നു കൊടുത്തിട്ടുമുണ്ട്. എൻ്റെ തലമുറ, ഞാൻ മാത്രമല്ല, എൻ്റെ തലമുറയിലെ മുത്തശ്ശിമാരൊക്കെ. എന്നാൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന്, ഇവിടെ കുട്ടികളൊന്നുമില്ലല്ലോ, എൻ്റെ പേരക്കുട്ടികളൊക്കെ വലുതായില്ലേ. അവർ 16 വയസ്സിന് മുകളിലുള്ളവരാ 5 പേര്. ഒരാൾ മാത്രമേ ഉള്ളൂ 10 വയസ്സിൽ താഴെയുള്ള ആൾ. ഈ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണല്ലോ നമ്മൾ കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കത് ചെറിയ മകൻ മാത്രമേ ഉള്ളൂ പിള്ളേരായിട്ടിപ്പോൾ. ബാക്കി എല്ലാവരും വലിയ പിള്ളേരാണ്. പിള്ളാരോണം ആചരിച്ചു കൊടുക്കേണ്ട പ്രായമല്ല. അപ്പോൾ അന്നത്തെ മുത്തശ്ശിമാർക്കും എല്ലാം അത് വളരെ, അമ്മമാരും അച്ഛന്മാരും അമ്മാവന്മാരും എല്ലാം ഇതിൽ ജാഗരൂകരായിരുന്നു. കുട്ടികൾക്കുള്ള ഈ ഓണം പിള്ളാരോണം, അതാ പിള്ളയോണം എന്നും പറഞ്ഞിരുന്നു. ഈ കർക്കിടക മാസത്തിൽ ഈ പിള്ളേരോണം ആഘോഷിക്കുന്നത് നമ്മൾ വാമനന് വേണ്ടിയാണെന്നാണ് സങ്കല്പം. തിരുവോണം നമ്മൾ മഹാബലിക്കും, കർക്കിടകത്തിലെ തിരുവോണം, ചിങ്ങത്തിലെ തിരുവോണം മഹാബലിക്കും, കർക്കിടകത്തിലെ തിരുവോണം വാമനനും വേണ്ടിയാണെന്നാണ് പറയുന്നത് കേട്ടോ, ആഘോഷിക്കുന്നത്. കൂട്ടുകാരുമൊത്ത് തിരുവോണത്തിന് തുമ്പിതുള്ള ഈ പിള്ളേർ രാവിലെ മുതലങ്ങ് ആഘോഷങ്ങളാണ്. പിന്നെ തുമ്പിതുള്ളൽ, പിന്നെ സദ്യ, ആൺകുട്ടികൾ ഗോലികളി, കുഴിപ്പന്ത് കളി, കിളിത്തട്ട് കളി, ഓലപ്പന്ത് കളി, ഇങ്ങനെ തിമിർപ്പായിരുന്നു കുട്ടികളെല്ലാവരും. പെൺകുട്ടികൾ തിരുവാതിര കളി, അങ്ങനെയുള്ള അവരുടെ കളികളും ഉണ്ടല്ലോ. പെൺകുട്ടികൾക്കുള്ള കളികൾ, കക്ക കളി, ഇങ്ങനെ കളം വരച്ചിട്ട് അതിൽ ചാടി കക്ക ഇട്ട് കളിക്കുന്നത്, തിരുവാതിര കളി, ഊഞ്ഞാലാട്ടം, ഇതൊക്കെ പെൺകുട്ടികളും. ഇതെല്ലാം ആൺകുട്ടികളും പെൺകുട്ടികളും കളിച്ചിരുന്നു കേട്ടോ. അങ്ങനെ തിമിർപ്പായിരുന്നു കേട്ടോ. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് തീരെ പരിചിതമല്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു മുറിയോ സ്ഥലങ്ങളിൽ അമ്മമാർ പഴയ ഓർമ്മയ്ക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടാകും കേട്ടോ. ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരു തിമിർപ്പായിരുന്നു. രാവിലെ തന്നെ കുഞ്ഞുങ്ങളെ എണ്ണ തേപ്പിച്ചങ്ങ് നിർത്തും. ദേഹമാസകല എണ്ണ തേപ്പിച്ച്, എന്നും തേപ്പിക്കില്ലെന്ന് ചോദിക്കും. എന്നും എവിടെ തേപ്പിക്കുന്നു? കുട്ടികളൊക്കെ ഇപ്പോൾ എണ്ണ തേപ്പിച്ച് നിർത്തുക എന്നുള്ള സംഭവം വളരെ കുറവാണ്. രാവിലെ തന്നെ കുഞ്ഞുങ്ങളെ എല്ലാം നിരയായിട്ട്, അന്ന് കുട്ടികൾ 5, 6, 7, 8, 10 ഒക്കെ കാണുമല്ലോ, എല്ലാവരും നിരയായിട്ട് എണ്ണ തേപ്പിച്ച് നിർത്തും. അത് കഴിഞ്ഞ് നല്ല ഇഞ്ചപ്പത കൊണ്ട് തേച്ച് കുളിപ്പിക്കും. ഇഞ്ച എന്ന് പറയുന്ന ഒന്ന് ഉണ്ട്, അങ്ങാടി കിട്ടും. അത് മരത്തിൽ നിന്ന് എടുക്കുന്നതാണ് തോല്. അത് ചതച്ച് പിഴിഞ്ഞ് അതുകൊണ്ട് തേപ്പിക്കും. നല്ല സുഗന്ധമാണതിന്. എണ്ണ തേപ്പിച്ചിട്ട് ആ ഇഞ്ച കൊണ്ട് തേച്ച് കുളിപ്പിച്ച് കഴിയുമ്പോൾ എന്തൊരു സുഗന്ധമാണെന്നറിയാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു നവചൈതന്യം, ഒരു ഉന്മേഷം ഉണ്ടാകും. അപ്പോൾ തേച്ച് കുളിപ്പിച്ചതിന് ശേഷം, ഞാൻ പറഞ്ഞല്ലോ 10-12 പിള്ളേരൊക്കെ ഉണ്ടായിരിക്കുമെന്ന്, അത് നിരയായിട്ട് ഇങ്ങനെ ബാലികമാരെ പോലെ നിൽക്കും. അത് തന്നെ ഒരു ചൈതന്യമായിരുന്നു. കുട്ടികൾക്ക് തിമിർപ്പായിരുന്നു. അവർക്ക് ഓണം ഒരുങ്ങി കൊടുക്കാൻ അമ്മമാർക്കും അമ്മൂമ്മമാർക്കും ഒക്കെ ഒരുപാട് ഉത്സാഹമായിരുന്നു. പിന്നെ സദ്യയ്ക്കാണെങ്കിൽ പായസത്തിൻ്റെയും പപ്പടത്തിൻ്റെയും, അന്ന് കഴിച്ച സദ്യയുടെ, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ കഴിച്ച
പിള്ളേരോണത്തിന് അമ്മൂമ്മ വെച്ച് തന്ന ആ സദ്യയുടെയും ആ പായസത്തിൻ്റെയും പപ്പടത്തിൻ്റെയും ഒക്കെ സ്വാദ് ഇന്നും നാവിൽ തങ്ങി നിൽക്കുന്നതായിട്ട് തോന്നിപ്പോകട്ടോ സത്യത്തിൽ. അങ്ങനെ പിന്നെ ഒരുപാട് കളികൾ പിന്നെ ഊഞ്ഞാലാട്ടം, ഊണൊക്കെ കഴിഞ്ഞിട്ട് ഊഞ്ഞാലാട്ടം കൂട്ടുകാർ മൊത്തം അങ്ങനെ നടത്തും. കവളം മടൽ എന്നും പറഞ്ഞൊരു മടലുണ്ട് കേട്ടോ. ഈ കവളം മടൽ തുളച്ചിട്ട് കൊമ്പ് പിടിപ്പിക്കും. ഈ കൊമ്പ് പിടിപ്പിച്ചിട്ട് കാളകളി, അതാണ് കാള. കവളം മടൽ എന്നൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഈ പട്ടയില്ലേ, തെങ്ങോലയുടെ പട്ട മാറ്റിയിട്ട് ഉള്ള ആ ഭാഗമാണ് കവളം മടൽ. അതിനെ 2 ഓട്ട കൊടുക്കും. എന്നിട്ട് 2 കമ്പ് കൊണ്ട് 2 കൊമ്പും വെച്ച് പിടിപ്പിച്ചിട്ട് അത് നാര് കെട്ടിയിട്ട് വലിക്കും. അതിൽ ചിലർ കുട്ടികളെ ഇരുത്തിയും വലിക്കും. അങ്ങനെയൊക്കെയുള്ള ഈ പിന്നെ കളികളെന്നുണ്ട്. കാളകളി, പിന്നെ കവുങ്ങ് പാളയില്ലേ, കവുങ്ങ് അടയ്ക്കയുടെ പാള. ആ പാളയിൽ കൂട്ടുകാർ ഓരോരുത്തരെയായിട്ട് ഇരുത്തിയിട്ട് വേറെ ചങ്ങാതിമാർ 2-3 പേര് കൂടി വലിച്ചുകൊണ്ടേ പോകും. ഇതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നു കേട്ടോ. എനിക്ക് അത്ഭുതം തോന്നുക കേട്ടോ. അങ്ങനെയുള്ള കളികൾ ഒക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആഹ്ലാദത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആരവങ്ങളായിരുന്നു അന്ന് പിന്നെ കർക്കിടകത്തിലെ തിരുവോണ ദിവസം. ഞാൻ കുഞ്ഞുങ്ങളൊക്കെ ആലോചിക്കുക, ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇങ്ങനെയുള്ള കളികളില്ല, ഇങ്ങനെയുള്ള ഓർമ്മകളില്ല, ഇങ്ങനെയുള്ള രുചിക്കൂട്ടുകൾ അവരുടെ നാവിലില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ ഭക്ഷണമൊക്കെ വേറെ രീതിയാണല്ലോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ പറഞ്ഞറിയാവുന്ന അമ്മമാരും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ പിള്ളാരോണം എന്നൊരു ഓണം ഉണ്ടായിരുന്നു. അത് വളരെയധികം വിശിഷ്ടമായിരുന്നു. ഓണം പോലെ തന്നെ ആഘോഷിച്ചിരുന്നു. ഒറ്റ ദിവസം തിരുവോണം നമ്മൾ 3-4 ദിവസം ആഘോഷിക്കുമല്ലോ. ഇത് ഒരു ദിവസം, അന്ന് മാത്രം, പിള്ളാരോണ ദിവസം മാത്രം. ഇന്ന് ഞാൻ ഈ പിള്ളാരോണം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇത് നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കണം. അറിയാത്തവരും അറിയുന്നവരും ഒക്കെ നമ്മുടെ കുഞ്ഞു മക്കളെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കഴിയുന്നവരൊക്കെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇനിയും സമയമുണ്ട് ഉച്ചയ്ക്ക് ഒരു സദ്യ ഒരുക്കി കൊടുക്കാൻ. അവരെ സദ്യ ഒരുക്കിയൊക്കെ കൊടുത്ത് അവരുടെ സന്തോഷമൊക്കെ നമ്മൾ കാണുക. അവരുടെ സന്തോഷം, കുഞ്ഞുങ്ങളുടെ സന്തോഷമാണല്ലോ നമ്മുടെയും ആഹ്ലാദമല്ലേ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും, ലോകമെമ്പാടുമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇന്ന് എൻ്റെ പിള്ളാരോണ ആശംസകൾ. താങ്ക് യു സോ മച്ച്.